അഭ്യൂഹങ്ങൾക്കും ആശങ്കകൾക്കുമൊക്കെ വിരാമമിട്ടുകൊണ്ട് ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമനൈ ഒരു പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. അതായത് ഇറാനിലെ ഒരു പള്ളിയിൽ നടന്ന മതപരമായ ചടങ്ങിനോടനുബന്ധിച്ചാണ് അയത്തുള്ള അലി ഖമനൈ പ്രത്യക്ഷപ്പെട്ടത്. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ജൂൺ 13 ആരംഭിച്ചതിന് ശേഷം പിന്നീട് അയത്തുള്ള അലി ഖമനൈയെ കണ്ടിട്ടില്ലായിരുന്നു. അദ്ദേഹം ബങ്കറിൽ ഒളിച്ചിരിക്കുകയാണ്, ഭയന്നു മാറിയിരിക്കുകയാണ് എന്നൊക്കെ തരത്തിലുള്ള വലിയ വാർത്തകൾ, അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു. എന്നാൽ ആ സമയത്തും ഈ ഖമനൈയുടെ തന്നെ ചില സന്ദേശങ്ങൾ, റെക്കോർഡ് ചെയ്ത വീഡിയോ സന്ദേശങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. ഇപ്പോൾ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, ഷിയ മുസ്ലിങ്ങളുടെ പ്രധാനപ്പെട്ട ദിനമാണ് ഈ മുഹറം എന്ന് പറയുന്നത്. അപ്പോൾ മുഹറത്തിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായുള്ള അശൂറ ആ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അയത്തുള്ള അലി ഖമനൈ പള്ളിയിലേക്ക് എത്തിയത്. പരമ്പരാഗതമായ കറുത്ത വസ്ത്രമണിഞ്ഞ് വെള്ള പുള്ളികളുള്ള സ്കാർഫുമൊക്കെ അണിഞ്ഞാണ് അദ്ദേഹം എത്തിയത്. അദ്ദേഹം എത്തുമ്പോൾ വലിയ തോതിലുള്ള മുദ്രാവാക്യങ്ങൾ, അല്ലെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടുള്ള മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ട് അനുയായികളുണ്ട്. എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുയായികൾക്ക് മുമ്പിൽ, അവരും പൂർണ്ണമായും കറുത്ത വസ്ത്രമൊക്കെ ധരിച്ചാണ് എത്തിയത്. ഇവർക്ക് മുന്നിലാണ് ഖമനൈ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം ഇത്രയും കാലം ഖമനൈക്ക് നേരെ ആക്രമണ ഭീഷണി ഉണ്ടാകുമെന്ന ഭയത്തിൽ അദ്ദേഹം മാറി നിൽക്കുകയായിരുന്നു. അതായത് ഖമനൈയെ കൊല്ലുമെന്ന് അമേരിക്ക തന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതോടുകൂടി തികച്ചും വിശ്വസ്തരായ ആളുകളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തെ സുരക്ഷിതമായ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ഫോൺ എന്നിവയൊന്നും തന്നെ ഉപയോഗിച്ചില്ല. പക്ഷേ ഈ ഖമനൈ കൊല്ലപ്പെട്ടില്ല. എന്നാൽ ഖമനൈ കൊല്ലപ്പെടുമെന്നും അതുകൊണ്ട് തന്നെ തൻ്റെ പിൻഗാമികളെ പ്രഖ്യാപിക്കുന്നു, അത്തരത്തിലുള്ള ചില വാർത്തകളൊക്കെ തന്നെ പ്രചരിച്ചിരുന്നു. ഇവിടെ 86 വയസ്സുള്ള അയത്തുള്ള അലി ഖമനൈ വീണ്ടും പൊതുജനങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇത് അവിടുത്തെ സ്റ്റേറ്റ് ടെലിവിഷൻ തന്നെയാണ് പുറത്തുവിട്ടത് ഈ ദൃശ്യങ്ങളൊക്കെ. ഇതോടുകൂടി ഭയാശങ്കയിൽ കഴിഞ്ഞിരുന്ന ഇറാനിലെ ജനങ്ങൾക്ക് വലിയ ആത്മവീര്യം പകർന്നു നൽകാൻ കഴിയുമെന്ന് ഖമനൈ പറയുന്നു. മാത്രമല്ല, ഈ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമിടാൻ വേണ്ടിയാണ് എത്തിയെന്ന് പറഞ്ഞു. ഇതോടുകൂടി അവിടെ കൂടിയിരുന്ന അനുയായികൾ ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് പറയുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു. കുറച്ച് സമയം മാത്രമാണ് അദ്ദേഹം പള്ളിയിലുണ്ടായിരുന്നത്. എന്നാൽ ആർപ്പുവിളി, അതുപോലെ പ്രാർത്ഥനകളൊക്കെ ഉയർന്നു തുടങ്ങിയതോടുകൂടി ഖമനൈ തന്നെ ഇടപെട്ട് കൈ ഉയർത്തി ആളുകളോട് ശാന്തരാകാനൊക്കെ ആവശ്യപ്പെട്ടു. അദ്ദേഹം ഈ പള്ളിയിൽ നടന്ന ഈ അശൂറ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിനൊപ്പം പാർലമെൻറ്റിലെ സ്പീക്കറായ മുഹമ്മദ് ബാഗർ എലിബാഫ്, ജുഡീഷ്യറിയുടെ മേധാവിയായ ഗോലം ഹൊസൈൻ ബഹ്നാനി എജയ്, പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ ആദ്യ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് റഫ അരീഫ് എന്നിവരും ഈ ഖമനൈയെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. അതായത് പരമ്പരാഗത കറുത്ത വസ്ത്രമൊക്കെ അണിഞ്ഞ് പള്ളിയിൽ പ്രത്യക്ഷപ്പെടുന്ന 86-കാരനായ ഖമനൈക്ക് എല്ലാവിധ സുരക്ഷാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. ഒപ്പം തന്നെ അവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും പറയുന്നു. അപ്പോൾ ഇത്രയും നാൾ ഖമനൈ തൻ്റെ ജീവന് ഭീഷണിയുണ്ട് എന്നുള്ളതിനാൽ തന്നെയാണ് ബങ്കറിൽ ഒളിച്ചിരുന്നത്. ഒടുവിൽ അദ്ദേഹം പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല, ഈ അമേരിക്കയുടെ ഭീഷണി, അല്ലെ ഇസ്രയേലിൻ്റെ ആക്രമണം, ഇതിലൊന്നും തന്നെ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. മാത്രമല്ല, ആണവായുധ നിർമ്മാണ പദ്ധതി അല്ലെങ്കിൽ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് നേരത്തെ തന്നെ ഈ ഖമനൈ വീഡിയോ സന്ദേശത്തിലൂടെ അറിയിച്ചതാണ്. ഇക്കാര്യങ്ങൾ ജനങ്ങൾക്ക് വീണ്ടും ഉറപ്പ് നൽകുന്നു. അതായത് നിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ അവിടെ കൂടിയിരുന്ന കറുത്ത വസ്ത്രമണിഞ്ഞ ഖമനൈയെ പിന്തുണയ്ക്കുന്ന ആളുകൾ അവർ പറയുന്നു, ഞങ്ങളുടെ മുഴുവൻ രക്തവും ഞങ്ങളുടെ നേതാവിന് വേണ്ടി നൽകാൻ, ഞങ്ങളുടെ സിരകളിലൂടെ ഒഴുകുന്ന രക്തം ഈ നേതാവിന് വേണ്ടി നൽകാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് വികാരപരമായ മുദ്രാവാക്യമൊക്കെ വിളിക്കുകയും ചെയ്തു. എന്തായാലും 86-കാരനായ അയത്തുള്ള അലി ഖമനൈ വെള്ളിയാഴ്ച ഒരു പള്ളിയിലെ ചടങ്ങിൽ പങ്കെടുത്ത് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതോടുകൂടി ലോകത്തിന് മുമ്പിലുണ്ടായിരുന്ന ആശങ്കകളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിഞ്ഞു. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതായത് ഖമനൈയുടെ ഓഫീസ് ഇത് സംബന്ധിച്ചുള്ള ദൃശ്യങ്ങളുമൊക്കെ പുറത്തുവിടുന്നുണ്ട്. എന്തായാലും അതിവിശ്വസ്തരായ ആളുകൾക്കൊപ്പം തന്നെ ഇങ്ങനെ അവിടെ കഴിയാൻ സാധിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. കാരണം മറ്റാളുകളെയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ബങ്കറിൽ ഒളിച്ചിരിക്കുമ്പോൾ ആരൊക്കെ വേണം, ആരൊക്കെ സംരക്ഷണം നൽകണമെന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഖമനൈക്കുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാൻ ഇസ്രയേലിന് നേരെ നടത്തിയ ആക്രമണത്തിൽ, അതായത് ജൂൺ 13 ശേഷം നടത്തിയ ആക്രമണത്തിൽ വലിയ തോതിലുള്ള നഷ്ടങ്ങൾ ഇസ്രയേലിന് സംഭവിച്ചു. നേരത്തെ തന്നെ ഇതിൻ്റെ വാർത്തകൾ പുറത്തു വന്നതാണ്. ഇസ്രയേലിന് കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഔദ്യോഗികമായി അക്കാര്യം ഇസ്രയേൽ സ്ഥിരീകരിച്ചില്ല. ഇപ്പോൾ ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി
യൂണിവേഴ്സിറ്റി ചില ഉപഗ്രഹ ചിത്രങ്ങളും ഡേറ്റകളും ഒക്കെ പുറത്തുവിടുകയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 12 ദിവസങ്ങളിലായി നടന്ന യുദ്ധത്തിൽ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. അതായത് അവരുടെ 6 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി, അത് തകർന്നു. ഒരു പ്രതിരോധ ഓഫീസിന് നേരെ ആക്രമണമുണ്ടായി, യൂണിവേഴ്സിറ്റി, ഹോസ്പിറ്റൽ എന്നിവയ്ക്ക് നേരെയും ആക്രമണമുണ്ടായി. അങ്ങനെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ ഇസ്രായേലിൽ 28 പേർ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 240ഓളം കെട്ടിടങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. കൂടാതെ 13,000 ജനങ്ങളുടെ വീടുകൾ തകർന്നു. ഇത്തരത്തിലുള്ള ഡേറ്റകളാണ് പുറത്തുവിട്ടത്. ഇപ്പോൾ ഇസ്രായേലിലെ മാധ്യമങ്ങൾ തന്നെ പറയുന്നത് ഈ ആക്രമണം സംബന്ധിച്ച് അവിടെ സെൻസർഷിപ്പ് നിലനിൽക്കുന്നതിനാൽ പല വിവരങ്ങളും ഔദ്യോഗികമായി ഇസ്രായേൽ പുറത്തുവിട്ടിരുന്നില്ല. ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ തുടർച്ചയായി ഇറാൻ ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി. അങ്ങനെ ആക്രമണം നടത്തി ഏതാണ്ട് 7-ാം ദിവസമായപ്പോഴേക്കും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഈ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് സാധിച്ചു. ഏതാണ്ട് 540ഓളം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചു എന്നതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഒറിഗോൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡേറ്റാസിൽ ഉള്ളത്. ഇത് ബ്രിട്ടനിലെ പത്രമായ ടെലഗ്രാഫാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഏതാണ്ട് 1500ഓളം ഡ്രോണുകൾ ഇറാൻ ഇസ്രായേലിന് നേരെ അയച്ചിരുന്നു. ഇതിൽ ഒരെണ്ണം മാത്രമേ ഇസ്രായേലിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ ഏതാണ്ട് 7-8 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഇസ്രായേൽ അയക്കുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനവുണ്ടായി. അങ്ങനെ മൊത്തം അയച്ച മിസൈലുകളുടെ അല്ലെങ്കിൽ ആയുധങ്ങളുടെയൊക്കെ കാര്യത്തിൽ 17% ഇസ്രായേലിനുള്ളിൽ വീണു. അത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത്. എന്നാൽ IDF ഇത് സംബന്ധിച്ച് യാതൊരുവിധ പ്രതികരണവും നടത്തിയില്ല. അപ്പം ആയത്തുള്ള അലി ഖമനേയി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടുന്നു. ഞങ്ങൾ യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ നിന്ന് പിന്മാറില്ല എന്ന് പ്രഖ്യാപിക്കുന്നു. ഇവിടെ ഇതിനിടയിൽ ബ്രിട്ടീഷ് പത്രമായ ടെലഗ്രാഫ് ഇസ്രായേലിനുണ്ടായ കനത്ത നാശനഷ്ടങ്ങളുടെ കൃത്യമായ കുറേ വിവരങ്ങൾ ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടെ പുറത്തുവിടുന്നു. ചുരുക്കം പറഞ്ഞാൽ ഇറാൻ തങ്ങളുടെ ശക്തി അവസാനിപ്പിച്ചില്ല, ഇറാൻ വളരെ പവർഫുള്ളായി തന്നെ നിലകൊള്ളുന്നു എന്നാണ് വ്യക്തമാക്കുന്നത്. കാരണം ട്രംപ് നേരത്തെ തന്നെ ഇറാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിരുന്നു. അന്ന് അയത്തുള്ള അലി ഖമനേയി പറഞ്ഞത് ബുദ്ധിയുള്ള ഒരു രാജ്യവും ഒരു നേതാവും ഇറാനോട് കീഴടങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ ആയുധം താഴെ വെക്കുക എന്നൊന്നും പറയില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞതിന് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നായിരുന്നു അത് പറഞ്ഞതിനർത്ഥം. ഇതിന് ശേഷമാണ് B-2 ബോംബറുകൾ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക ഇറാനിലേക്ക് വലിയ ആക്രമണം നടത്തിയത്. അവിടുത്തെ നദാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ തുടങ്ങിയ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. ഇത് ലോകത്തെ തന്നെ ഞെട്ടിച്ചൊരു നീക്കമായിരുന്നു. കാരണം ഇസ്രായേലല്ല അവിടെ ആക്രമണം നടത്തിയത്, അമേരിക്കയുടെ B-2 സ്റ്റെൽത്ത് ബോംബറുകളായിരുന്നു. മാത്രമല്ല ഈ ആക്രമണം നടന്ന ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ തിരിച്ചടി നൽകി. അത് ഖത്തറിലെ അമേരിക്കയുടെ താവളങ്ങൾക്ക് നേരെയാണ് ആക്രമണം നടത്തിയത്. അതായത് അമേരിക്കയ്ക്ക് അവിടെ സൈന്യത്തിൻ്റെ ബേസുകളുണ്ടായിരുന്നു. ഈ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തി. പെട്ടെന്ന് തന്നെ ആക്രമണം നിർത്തുക അല്ലെങ്കിൽ വെടിനിർത്തലിലേക്ക് ട്രംപ് വരുന്നു. അപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി അറിയുന്നതിന് മുമ്പ് തന്നെ ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഇസ്രായേൽ ക്യാറ്റ്സ് പറഞ്ഞിരുന്നു ഇറാൻ്റെ വ്യോമ മേഖലയുടെ പരമാധികാരം ഞങ്ങളുടെ കയ്യിലാണ്, ഇതിന് ശേഷം ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇറാനെ ആക്രമിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇതിൻ്റെ തുടർച്ചയായിട്ട് ട്രംപും പറഞ്ഞിരുന്നു ഈ ആണവ സമ്പുഷ്ടീകരണം അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണവുമായിട്ട് ഇറാൻ മുമ്പോട്ട് പോയാൽ ഞങ്ങൾ മുന്നറിയിപ്പില്ലാതെ ഇനിയും ആക്രമണം നടത്തും. അപ്പോൾ ഇസ്രായേൽ ക്യാറ്റ്സിൻ്റെയും ഡൊണാൾഡ് ട്രംപിൻ്റെയും ഈ പ്രസ്താവനകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് അയത്തുള്ള അലി ഖമനേയി പരമ്പരാഗത കറുത്ത വസ്ത്രമൊക്കെ അണിഞ്ഞ് പള്ളിയിലെ ചടങ്ങിൽ പങ്കെടുത്തത്. കാരണം ഷിയ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹറത്തിൻ്റെ ഭാഗമായുള്ള അഷൂറ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അപ്പോൾ ആ വിശ്വാസികളെ അല്ലെ ഇസ്ലാം മതത്തിലേക്ക് കൂടുതൽ തീവ്രതയോടെ പ്രവർത്തിക്കുന്ന ഈ ഖമനയുടെ അനുയായികൾക്ക് വലിയൊരു ഊർജ്ജം പകരുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ടത്. മാത്രമല്ല അവിടെ കൂടിയിരുന്ന ആളുകൾ പ്രാർത്ഥനകളോടെ അദ്ദേഹത്തിന് ദീർഘായുസ് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് വലിയ മുദ്രാവാക്യമൊക്കെ വിളിച്ച് വലിയ പ്രകമ്പനം സൃഷ്ടിച്ചിരുന്നു. ഒടുവിൽ ഖമനേയി 86 വയസ്സുള്ള ആയത്തുള്ള അലി ഖമനേയി തന്നെയാണ് ബങ്കറിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം അവരോട് ശാന്തരാകാൻ പറയുന്നു. നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയുമായി ഞാനുണ്ട്, ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ സംരക്ഷിക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. തുടർന്ന് അനുയായികൾ പറയുന്നു ഞങ്ങളുടെ രക്തം മുഴുവൻ ഞങ്ങളുടെ നേതാവിന് തരാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ ആയത്തുള്ള അലി ഖമനേയി വീണ്ടും പൊതുവേദിയിലേക്കൊക്കെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. സുരക്ഷാ കാരണങ്ങളാലായിരുന്നു യുദ്ധസമയത്ത് പ്രത്യക്ഷപ്പെടാതിരുന്നത്. ജൂൺ 13 ശേഷം ഇതാദ്യമായി ഖമനേയി പൊതുവേദിയിൽ ഒരു പള്ളിയിൽ നടന്ന ചടങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നു. അതിൻ്റെ ദൃശ്യങ്ങൾ സ്റ്റേറ്റ് ടെലിവിഷനും ആയത്തുള്ള അലി ഖമനേയിയുടെ ഓഫീസും പുറത്തുവിട്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.